സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത് ഏത് സംഘടനയ്ക്കാണ്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്കാണ്. ഐക്യരാഷ്ട്ര സംഘടന. അഹമ്മദാബാദിലെ അഭയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. അഹമ്മദാബാദിലെ അഭയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. മൊറാർജി ദേശായി. ISRO ചെയർമാനായ ആദ്യത്തെ മലയാളി. ISRO ചെയർമാനായ ആദ്യത്തെ മലയാളി MGK മേനോൻ ആണ്. MGK മേനോൻ. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാട് ചുരം. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനിയാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് ഏത് രാജ്യമാണ്? ജർമ്മനി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരി. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത്. കവിതാ സമാഹാരത്തിന്റെ പേര് രത്നമണികൾ. രചിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ജയക്വാടി പദ്ധതി ഏത് നദിയിലാണ്? ജയക്വാടി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയിലാണ്. ഗോദാവരി നദി. ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ഏത് രാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. ഉപ്പിന്റെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനം. ഉപ്പിന്റെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം. സോപ്പ് കുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. ഇന്റർഫെറൻസ്. മൂർത്തി ദേവി അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത്? മൂർത്തി ദേവി അവാർഡ് നൽകുന്നത് സാഹിത്യമാണ്. സാഹിത്യ മേഖലയിൽ നൽകുന്നതാണ് മൂർത്തി ദേവി അവാർഡ്. ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗമാണ്. ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം. ആനന്ദമഠം എഴുതിയത്. ആനന്ദമഠം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എഴുതിയത്. ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ 8841 അടിയാണ് ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ അല്ലെങ്കിൽ 8841 അടി. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെട്ടത്. ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്ന് അറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? ഇരുമ്പിൽ 5120 മീറ്റർ ആണ് ശബ്ദത്തിന്റെ വേഗം. ഇരുമ്പിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ 5120 മീറ്റർ ആണ്. തിരുവിതാംകൂറും ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഏത് വർഷത്തിലാണ്? AD 1753 തിരുവിതാംകൂറും ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 1753. ലോക ഭൗമദിനം ഏപ്രിൽ 22 ലോക ഭൗമദിനം എന്നാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം. ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത് 1901 1901. ഏത് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയത്? ഏത് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിക്കാനായിട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ബുള്ളി? ബുള്ളി എന്നത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. ബുള്ളി എന്നത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യ ആദ്യമായിട്ട് അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം. ഇന്ത്യ ആദ്യമായിട്ട് അണുവിസ്ഫോടനം നടത്തിയത് എവിടെയാണ്? പൊക്രാനിലാണ്. പൊക്രാനിലാണ് ഇന്ത്യ ആദ്യമായിട്ട് അണുവിസ്ഫോടനം നടത്തിയത്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? കേരളത്തിലെ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? തീരപ്രദേശമാണ്. തീരപ്രദേശം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഫസൽ അലി. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ചമ്പാരനാണ്. ഗാന്ധിജി ഇന്ത്യയിലെ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ഏതാണ്? ചമ്പാരൻ. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഗിന്നസ് ബുക്കാണ്. ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഗിന്നസ് ബുക്ക്. മഹാത്മാഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 1966 നിയോഗിക്കപ്പെട്ട കമ്മീഷൻ കപൂർ കമ്മീഷനാണ്. മഹാത്മാഗാന്ധി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 1966 നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് കപൂർ കമ്മീഷൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഏതൊക്കെയാണവ? തമിഴ്നാട്ടിലെ മേജർ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ എന്നിവയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അത് ഏതൊക്കെയാണ്? ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ? റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയാണ്. ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ? ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ? ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനമാണ് സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി. സൂര്യനെ കുറിച്ചുള്ള പഠനമാണ് ഹീലിയോളജി. സൂര്യനെ കുറിച്ചുള്ള പഠനമാണ് ഹീലിയോളജി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട. ജ്യോതിബ ഫുലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ ബി.ആർ. അംബേദ്കർ. ജ്യോതിബ ഫുലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ ആരാണ്? ബി.ആർ. അംബേദ്കർ ആണ്. കൽക്കരിയുടെ രൂപപ്പെടലിന്റെ ആദ്യഘട്ടം. കൽക്കരിയുടെ രൂപപ്പെടലിന്റെ ആദ്യത്തെ ഘട്ടമാണ് പീറ്റ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ച വർഷം 2001 ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 2001. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ A.K. ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാരാണ്? A.K. ഗോപാലൻ. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയത് പോട്ടി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ആരാണ്? പോട്ടി ശ്രീരാമലു ആണ്. ശ്വാസകോശത്തിന്റെ സംരക്ഷണ ആവരണമാണ് പ്ലൂറ. ശ്വാസകോശത്തിന്റെ സംരക്ഷണ ആവരണം പ്ലൂറ. സിന്നബാർ എന്തിന്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. സിന്നബാർ എന്തിന്റെ അയിരാണ്? മെർക്കുറി. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. ഏത് പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? ബംഗാളാണ്. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ ആരായിരുന്നു? നഗോഡകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതാണ്? നാഡീകോശം. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത്
കെ കേളപ്പനാണ്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് ആരാണ്? കെ കേളപ്പൻ. മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമേത്? മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യൂസ്റ്റേക്കിയൻ നാളിയാണ്. യൂസ്റ്റേക്കിയൻ നാളി. അലസവാതകങ്ങളുടെ സംയോജകത 0 അലസവാതകങ്ങളുടെ സംയോജകത 0. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ ആണ്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിൾ. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ ആണ്. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം ഏതാണ്? വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്നത് സ്ഥിതികോർജമാണ്. സ്ഥിതികോർജം. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം KSEB ആണ്. KSEB ഉപയോഗിക്കുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? ഒരുമ. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ്. 1857 കലാപകാലത്ത് അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ള. ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഹാൻഡ്. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് ഏത് ഗ്ലാസ് ആണ്? നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഗ്ലാസ് ആണ്? പൈറക്സ് ഗ്ലാസ് ആണ്. പൈറക്സ് ഗ്ലാസ് ആണ് തെർമോമീറ്റർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ്. ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 28. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. അന്തർദേശീയ കടുവാ ദിനം. അന്തർദേശീയ കടുവാ ദിനം ജൂലൈ 29 ജൂലൈ 29. ദേശീയ ഗാനത്തിലെ ആകെ വരികളുടെ എണ്ണം എത്രയാണ്? 13. ദേശീയ ഗാനത്തിലെ ആകെ വരികളുടെ എണ്ണം 13. ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണ്. ഗ്ലാസ് ലയിക്കുന്നത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ലോകസഭ. മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കോനേലി. മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? HV കോനേലി. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്? 17 ഭാഷയിലാണ് ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോദവർമ്മ രാജ. GV രാജയാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. നീലദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ് നീലദർപ്പൺ എന്ന നാടകം രചിച്ചത്. നീലദർപ്പൺ എന്നത് നാടകമാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന എന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവേ ഭവന്തു സുഖിന എന്ന് ഉള്ളത്. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവമാണ്. വാൽ നക്ഷത്രങ്ങളുടെ വാല് രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം ഏതാണ്? ടിൻഡൽ പ്രഭാവം. എംഫിസിമ ബാധിക്കുന്ന അവയവം. എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. പട്ടണം എന്ന കേരളത്തിലെ ഉത്ഖനന പ്രദേശം ഏത് നദീതീരത്താണ്? പട്ടണം എന്ന ഉത്ഖനന പ്രദേശം ഏത് നദീതീരത്താണ്? പെരിയാറിലാണ്. പെരിയാർ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ശരീരത്തിൽ നിന്നുള്ള സോഡിയം നഷ്ടം നിയന്ത്രിക്കുന്ന ഹോർമോൺ ആൽഡോസ്റ്റെറോൺ ആണ്. ആൽഡോസ്റ്റെറോൺ. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടം നിശ്ചലമായി തോന്നുന്നതിന് കാരണമായ പ്രതിഭാസം
വീക്ഷണ സ്ഥിരതയാണ്. വീക്ഷണ സ്ഥിരത. ദേശീയ അഭിഭാഷക ദിനമായി ആചരിക്കുന്ന ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ജന്മദിനമായ ഡിസംബർ 3 ദേശീയ അഭിഭാഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ അഭിഭാഷക ദിനം എന്നാണ്. ഡിസംബർ 3 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോട്ടുകോണം ഏതു വിളയുടെ ഇനമാണ്? കോട്ടുകോണം മാവാണ്. മാവിന്റെ ഇനമാണ് കോട്ടുകോണം. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറയാണ്. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി ഏതാണ്? സ്ക്ലീറ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? ഫെബ്രുവരി 13. സരോജിനി നായിഡുവിന്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യയിൽ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 13. പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? മൂന്നാം ചലന നിയമമാണ്. മൂന്നാം ചലന നിയമം. ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗിദ്ദ? ഗിദ്ദ എന്നത് പഞ്ചാബിലെ പരമ്പരാഗത നൃത്തരൂപമാണ്. പഞ്ചാബ്. ഗിദ്ദ. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രം കാദംബരി. രാജാ രവിവർമ്മയുടെ പൂർത്തീകരിക്കാത്ത ചിത്രമാണ് കാദംബരി. സെറോസൈറ്റ് എന്തിന്റെ അയിരാണ്? സെറോസൈറ്റ് എന്നത് എന്തിന്റെ അയിരാണ്? കറുത്തീയം. കറുത്തീയത്തിന്റെ അയിരാണ് സെറോസൈറ്റ്. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ച തീയതി. ഇപ്പൊ സംസ്ഥാന ശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയെ സംസ്ഥാന ശലഭമായിട്ട് പ്രഖ്യാപിച്ചത് 2018 നവംബർ 12. 2018 നവംബർ 12. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് മിഠായി. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണാണ് ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത വർഷം. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്തത് 2012 2012. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭവയാണ്. വിനോബ ഭവയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി. ആത്മീയ പിൻഗാമി ആരാണ്? വിനോബ ഭവ. ഭൂമിയിലെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഏതാണ്? ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്നത് ഗുരുത്വാകർഷണമാണ്. ഗുരുത്വാകർഷണമാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയയാണ് കാർബൺ ഡേറ്റിംഗ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് പള്ളിക്കലാണ്. ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് ഏത് പഞ്ചായത്തിലാണ്? പള്ളിക്കൽ പഞ്ചായത്താണ്. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ധാരാരഹിതമാക്കൽ. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നു. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ബചേന്ദ്രി പാലാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ബചേന്ദ്രി പാൽ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം?
മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം. മലയാളം, സംസ്കൃതം. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. അവസാനത്തെ ചോദ്യം, പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ചാൾസ് ഡാർവിൻ ആണ്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ചാൾസ് ഡാർവിൻ. താങ്ക് യു.